നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പ്രതികൂല കാലാവസ്ഥയോടും സാഹചര്യങ്ങളോടും പടപൊരുതി കൃഷി ചെയ്ത കർഷകർക്ക് ഓണക്കാലത്ത് തിരിച്ചടിയായി ഏക്കറുകളോളം നെൽപ്പാടം കരിഞ്ഞുണങ്ങുന്നു. പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലാണ് കർഷകർക്ക് ഈ ദുർഗതി നേരിടേണ്ടി വന്നിരിക്കുന്നത്. പുത്തൻകാട് ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വായനശാലയുടെ നേതൃത്വത്തിൽ കുമ്മാട്ടി ആഘോഷം സംഘടിപ്പിച്ചു. പുത്തൻകാട് നിന്നും വെട്ടുകാട് സെന്ററിലേക്ക് നടത്തിയ കുമ്മാട്ടി ആഘോഷത്തിൽ ശിങ്കാരിമേളം, ദേശക്കുമ്മാട്ടി, പുലിക്കളി, കുതിരപ്പുറത്ത് മഹാബലി, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അകമ്പടിയായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ പുലിക്കളി നടക്കുന്ന ബുധനാഴ്ച രാവിലെ മുതൽ തൃശൂർ നഗരത്തിൽ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. സ്വരാജ് റൌണ്ടിലും ഓണാഘോഷങ്ങൾ നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലും നായ്ക്കനാൽ പ്രദേശത്തും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. കൊടകര ഏകലവ്യ കലാകായിക സമിതിയും ഒയാസിസ് ക്ലബ്ബും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രതികൂല കാലാവസ്ഥയോടും സാഹചര്യങ്ങളോടും പടപൊരുതി കൃഷി ചെയ്ത കർഷകർക്ക് ഓണക്കാലത്ത് തിരിച്ചടിയായി ഏക്കറുകളോളം നെൽപ്പാടം കരിഞ്ഞുണങ്ങുന്നു. പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലാണ് കർഷകർക്ക് ഈ ദുർഗതി നേരിടേണ്ടി വന്നിരിക്കുന്നത്. സ്വർണ്ണ നിറത്തിൽ കതിരണിഞ്ഞ് ഇളം കാറ്റിൽ ചാഞ്ചാടി കാഴ്ചക്കാർക്ക് സമൃദ്ധി സമ്മാനിക്കേണ്ട പാടശേഖരം പക്ഷേ കരിഞ്ഞുണങ്ങി തകർന്നടിഞ്ഞ് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയായി മാറുകയാണ്. പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലാണ് കൃഷിക്കുവേണ്ടി ചെലവഴിച്ച പണവും അധ്വാനവും കാത്തിരിപ്പുമെല്ലാം വൃഥാവിലാവുന്ന വിധം ദുർവിധി ഉണ്ടായിരിക്കുന്നത്. കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഇല്ല. ഇതിപ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചെലവും കഴിച്ച് കതിര് വന്ന് കൊയ്യത്തിൻ്റെ പഴമായി വിളയുന്ന അവസ്ഥയിലേക്ക് വരുന്ന മാക്സിമം ചെയ്യേണ്ട ചിലവെല്ലാം ചിലവ് ചെയ്ത് കഴിയുമ്പോൾ നെല്ല് ഓട്ടോമാറ്റിക് ഓല കരിഞ്ഞ് അങ്ങനെ തന്നെ പിന്നെ കതിര് പഴുക്കാതെ വിളയില്ല, അങ്ങനെ തന്നെ ഉരുകി പോവാണ് ഉണ്ടാവുന്നത്. അതിനോടനുബന്ധിച്ച് കർഷകർക്ക് വരുന്ന നഷ്ടത്തിന് ആരാണ് എന്താണ് പ്രതിവിധി എന്നുള്ളത് ഒരു തരത്തിനും നമുക്ക് അതിനൊരു ഇതുമില്ല. അതിൻ്റെ കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് പല സമയത്തും വന്ന ഒരു നോക്കലുണ്ടായി. അതിന് നിർദ്ദേശിച്ച മരുന്നുകൾ ചെയ്തിട്ടും കേടിൽ നിന്ന് ഒരു മാറ്റമില്ല. കേട് വർദ്ധിക്കുകയല്ലാതെ കേട് കുറയിലുണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നത് എന്നതിനെക്കുറിച്ച് ഇവർക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് കുഞ്ഞു വിത്താണ് ഇവർ വിരിപ്പു കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. സമിതിയുടെയും കൃഷിവകുപ്പിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമായതെല്ലാം കർഷകർ ചെയ്തിരുന്നു. എന്നിട്ടും എല്ലാ അധ്വാനവും വ്യർത്ഥമായി പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. 65 സെന്റ് സ്ഥലത്തിലേക്ക് 600 രൂപ വരെ മരുന്ന് നാറ്റീവ് അടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ലാന്ന് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയില്ല. ഇത് സത്യസന്ധമായിട്ട് പറയുന്നതാണ്. അവർക്ക് ഒരു മൈൻഡ് ഇല്ലാത്ത രീതിയിൽ സംസാരം. കാരണം നമുക്ക് ഇതിക്ക് മുപ്പാടുള്ള കൃഷി ഓഫീസറും കൃഷി മേഡങ്ങളും ഇവിടെ വന്ന് ഈ സ്പോട്ട് കാണുകയും അവരെ സംസാരിക്കുകയും നമുക്ക് കൃഷിക്കാരൻ എന്താ ചെയ്യുന്നത് ചെയ്തു തരാനുള്ളൊരു ബാധ്യതയുണ്ട്. ഇത് അവർ നമ്മളിത് നോക്കിയിട്ട് പരിപാടി അവസാനിപ്പിച്ച് നിർത്തുന്ന ഒരു രീതി എനിക്ക് 2-3 പ്രാവശ്യം ഇത് കാണുന്നത്. അപ്പം അത് കാരണം എനിക്കതുണ്ട്. പിന്നെ 2 ഏക്കർ മുതൽ 5 ഏക്കർ വരെ കൃഷി ചെയ്യുന്നവരുണ്ട്. ആകെയുള്ള 80 ഏക്കറിൽ ഏകദേശം 50 ഏക്കറോളം ഭാഗത്തും ഇതാണ് അവസ്ഥയെന്ന് കർഷകർ പറയുന്നു. ഇനി കൂട്ടിയിട്ട് തീവെച്ച് നശിപ്പിക്കുകയല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ലെന്ന് കർഷകർ പരിതപിക്കുന്നു. ഈ കൃഷിക്കാർക്ക് മൊത്തത്തിൽ ഇപ്പൊ ഈ രോഗം വന്നിട്ട് ഇനിയിപ്പോ തുടർന്ന് അടുത്ത മുണ്ടകൻ സീസണിലും ഇത് പണിത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആവുകയാണെങ്കിൽ ഇനി ഇതോടെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു വഴിയുള്ളൂ. കൃഷിക്കാർ അത്രത്തോളം ആയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വിരിപ്പ് പണിത് ഒന്നുമില്ല, എല്ലാം കരിഞ്ഞു പോയി എടുക്കണം. ഇനി ഇതിന്റെ മുകളിലാണ് രണ്ടാമത് ഞങ്ങൾ പണിയാൻ പോണത്. അപ്പോൾ ഇതിന്റെ ബാക്ടീരിയയുടെ ആയാലും വൈറസ് ആയാലും എന്തായാലും ഇനി തുടർന്ന് പണിയുന്ന നെൽകൃഷിക്ക് ഇത് ബാധിക്കണമെങ്കിൽ പണിയാതിരിക്കുക നല്ലത്. ഇനി വരുന്ന മുണ്ടകൻ കൃഷിക്കും സമാനമായ രീതിയിൽ രോഗബാധ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഇവിടുത്തെ കർഷകരുടെ മനസ്സിൽ.
പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ പ്രതീക്ഷയോടെ കർഷകർ പൊരിവെയിലിനെ വകവയ്ക്കാതെ അധ്വാനിച്ച് പണം ചെലവാക്കി വിളയിച്ചെടുക്കുന്ന നെൽച്ചെടികളെല്ലാം തന്നെ ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആവശ്യമായ പിന്തുണ വകുപ്പിൽ നിന്ന് പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് കർഷകർ പരാതിപ്പെടുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ നെൽച്ചെടികൾ വിളവായി നിൽക്കുന്ന സമയത്ത് കതിരണിഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെടി ഉൾപ്പെടെ അടിഭാഗം മുതൽ അങ്ങോട്ട് വേര് മുതൽ അങ്ങോട്ട് ചീഞ്ഞ് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കീടബാധയാണോ, രോഗബാധയാണോ, അതോ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന സംഭവവികാസമാണോ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഉത്തരം ഇനിയും കൃഷിവകുപ്പിൽ നിന്നും കർഷകർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ആവശ്യമായ എല്ലാ മരുന്നുകളും വളങ്ങളും എല്ലാ പരിശ്രമങ്ങളും ചെയ്ത് അവസാനിച്ച് വിളവെടുക്കാനായി കാത്തു നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ നെൽച്ചെടികൾ മുഴുവൻ കരിഞ്ഞുണങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഇനിയും ഈ പാടശേഖരത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ഈ തലമുറയൊന്നാകെ കാർഷിക മേഖലയിൽ നിന്നും ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് ഇവിടെ കർഷകർ എത്തിച്ചേർന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ പുരോഗതിയും വികസനവും സംഭവിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോൽ കാർഷിക മേഖലയിലെ വളർച്ചയായിരിക്കണം എന്ന് പറയുന്ന ഉന്നത നേതാക്കളും ഉദ്യോഗസ്ഥരും ഈ കാഴ്ച കാണേണ്ടതാണ്. ആവശ്യമായ പിന്തുണയും ആവശ്യമായ സഹായവും ഇവിടുത്തെ കർഷകർക്കുണ്ടാകണമെന്നാണ് കർഷക പ്രതിനിധികൾക്ക് അധികാരി വർഗത്തോട് ആവശ്യപ്പെടാനുള്ളത്. കാവല്ലൂർ പാടശേഖരത്തിൽ നിന്നും പച്ചളിപ്പുറം പാടശേഖരത്തിൽ നിന്നും ക്യാമറമാൻ ലിവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ പുലിക്കളി നടക്കുന്ന ബുധനാഴ്ച രാവിലെ മുതൽ തൃശൂർ നഗരത്തിൽ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിലും ഓണാഘോഷങ്ങൾ നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലും നായ്ക്കനാൽ പ്രദേശത്തും വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ സ്വരാജ് റൗണ്ടിലും സമീപ റോഡുകളിലും വാഹന ഗതാഗതം നിയന്ത്രിക്കും. പുലിക്കളി തീരുന്നതുവരെ ഒരു തരത്തിലുമുള്ള വാഹനങ്ങൾക്കും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. അത്യാവശ്യ സാഹചര്യത്തിനല്ലാതെ പൊതുജനങ്ങൾ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നത് കഴിയുന്നതും ഒഴിവാക്കി ഗതാഗതക്കുരുക്ക് കുറയ്ക്കുവാൻ സഹകരിക്കണമെന്നും പുലിക്കളി കാണുവാൻ എത്തുന്നവർ തേക്കിൻകാട് മൈതാനിയിലും ഫുട്പാത്തിലും സുരക്ഷിതമായ സ്ഥലത്തുനിന്ന് ആസ്വദിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. പുലിക്കളി കാണുന്നതിനായി തൃശൂർ നഗരത്തിലേക്ക് വരുന്ന ജനങ്ങൾ റോഡരികിൽ വാഹനങ്ങൾ നിർത്തിയിടാതെ സുരക്ഷിതമായി വാഹനം പാർക്ക് ചെയ്യാവുന്ന ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. പുലിക്കളി ദിവസം സ്വരാജ് റൗണ്ടും അനുബന്ധ പ്രദേശങ്ങളും ക്രമസമാധാന പാലനത്തിനും ഗതാഗത ക്രമീകരണത്തിനുമായി തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിൽ വിവിധ സെക്ടറുകളാക്കി തിരിച്ച് പ്രധാന സ്ഥലങ്ങളിലെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ജനക്കൂട്ടത്തിനിടയിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം, പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ പ്രത്യേകം മഫ്റ്റി പോലീസ് ഉദ്യോഗസ്ഥരെയും ഷാഡോ പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. ജനങ്ങൾ തിങ്ങിക്കൂടുന്ന പ്രധാന സ്ഥലങ്ങളിലും തേക്കിൻകാട് മൈതാനം, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെല്ലാം 24 മണിക്കൂറും നിരീക്ഷിക്കുന്നതിനായി CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്കും ക്രമീകരണം ഏർപ്പെടുത്തി. ഒല്ലൂർ, ആമ്പല്ലൂർ, വരന്തരപ്പള്ളി തുടങ്ങിയ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ മുണ്ടുപാലം ജംഗ്ഷനിൽ എത്തി ഇടത്തോട്ട് തിരിഞ്ഞ് ശക്തൻ സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിച്ച് തിരികെ കാട്ടുകാരൻ ജംഗ്ഷൻ വഴി സർവീസ് നടത്തേണ്ടതാണ്. ചിയ്യാരം ഭാഗത്തു നിന്നും പടിഞ്ഞാറേക്കോട്ട ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ലൈറ്റ് വെഹിക്കിൾസും കുറുക്കഞ്ചേരി സെൻട്രലിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് വടൂക്കര തോപ്പിൻമൂല വഴി പോകേണ്ടതാണ്. KSRTC സ്റ്റാൻഡിൽ നിന്ന് ചാലക്കുടി, എറണാകുളം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളും കണ്ണൻകുളങ്ങര, ചിയ്യാരം വഴി സർവീസ് നടത്തേണ്ടതാണ്. ചാലക്കുടി, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഓർഡിനറി KSRTC ബസ്സുകൾ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ താൽക്കാലികമായി ആരംഭിക്കുന്ന ബസ് സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിച്ച് തിരികെ അവിടെ നിന്ന് തന്നെ സർവീസ് നടത്തേണ്ടതുമാണ്. ജുവൽ റോക്ക് കമ്പനിയുടെയും വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടർ KV ശിവകുമാറിന് കേരള വിഷൻ ധനോത്തമ പുരസ്കാരം. കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നിശയോടനുബന്ധിച്ചാണ് പുരസ്കാരം സമ്മാനിച്ചത്. പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന പുരസ്കാര നിശയിലാണ് അവാർഡ് സമ്മാനിച്ചത്. മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ KV ശിവകുമാറിന് പുരസ്കാരം സമ്മാനിച്ചു. ധനകാര്യ വ്യവസായ മേഖലയിൽ ചെയ്തുവരുന്ന സ്തുത്യർഹമായ സേവനങ്ങളെ പരിഗണിച്ചാണ് അദ്ദേഹത്തെ കേരള വിഷൻ അവാർഡിനായി തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് തൃശ്ശൂർ ഒരു ഫിനാൻഷ്യൽ ഹബ്ബ് എന്ന നിലയ്ക്ക് കേരളത്തിലെ ഫിനാൻഷ്യൽ ഹബ്ബ് ഏതെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിന് ഈ സാമ്പത്തിക മേഖലയിലുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് തൃശ്ശൂർ ജില്ല തന്നെയാണ്. ആ തൃശ്ശൂരിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ചിട്ടി വ്യവസായം,
ധനകാര്യ വ്യവസായം, 4 ഷെഡ്യൂൾ ബാങ്കുകൾ പ്രവർത്തിക്കുന്ന ഹെഡ്ക്വാർട്ടർ തൃശ്ശൂരാണ്. ഏകദേശം 67ലധികം വരുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ പ്രവർത്തിക്കുന്ന തൃശ്ശൂരാണ് ഹെഡ്ക്വാർട്ടർ. 300ലധികം വരുന്ന ചിട്ടി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് തൃശ്ശൂരാണ്. സോ ഞാൻ വളരെ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയുന്നു. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ ദുഷ്പ്രവണതകളെയും ചീത്ത പ്രവണതകളെയും ഒഴിവാക്കിക്കൊണ്ട് നിക്ഷേപകന് പൂർണ്ണ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല. അതുതന്നെയാണ് ചിട്ടി അസോസിയേഷൻ്റെ ഭാരവാഹിത്വവും അതോടൊപ്പം തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയുടെ ഭാരവാഹിത്വം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതും പ്രവർത്തിക്കുന്നതും. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. കേരള വിഷന് പ്രത്യേകം നന്ദി നേരുന്നു. അതിനേക്കാളുപരി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടൻ, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോലെയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ തന്നെ 40 കൊല്ലങ്ങൾ പഴകിയിട്ടും അദ്ദേഹത്തിന് എൻ്റെ അച്ഛനെ മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഈ അവാർഡ് ജോൺ റോക്കിലെയും വിൻപോസ്റ്റ് ഗ്രൂപ്പിലെയും മുഴുവൻ സ്റ്റാഫ് അംഗങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. തൃശ്ശൂരിലെ ജനങ്ങൾക്കും പൗരാവലിക്കും വേണ്ടി സമർപ്പിക്കുന്നു. കേരളത്തിലെ ഓരോ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരന് വേണ്ടി സമർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ചെറുതാണ് വലുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ഞാൻ ചെറുതാണ്. താങ്ക് യു. പുത്തൻകാട് ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വായനശാലയുടെ നേതൃത്വത്തിൽ കുമ്മാട്ടി ആഘോഷം സംഘടിപ്പിച്ചു. പുത്തൻകാട് നിന്നും വെട്ടുകാട് സെന്ററിലേക്ക് നടത്തിയ കുമ്മാട്ടി ആഘോഷത്തിൽ ശിങ്കാരിമേളം, ദേശക്കുമ്മാട്ടി, പുലിക്കളി, കുതിരപ്പുറത്ത് മഹാബലി, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അകമ്പടിയായി. തുടർന്ന് വനിതകളുടെ ഓണക്കളിയും അരങ്ങേറി. വയനാട് ദുരന്തത്തിൽ പേരക്കുട്ടികളെയും കൂട്ടി രക്ഷപ്പെടുന്നതിനിടെ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട മുത്തശ്ശിയുടെയും മക്കളുടെയും ദൃശ്യാവിഷ്കാരം ഘോഷയാത്രയിൽ ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ഘോഷയാത്രയ്ക്ക് സിനീഷ് പുല്ലാനിക്കൽ, KR കൃഷ്ണകുമാർ, KR ശങ്കരനാരായണൻ, റിജോ, K ചന്ദ്രൻ, റിജോ ജോയ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കല്ലേറ്റുകര പാറേക്കാട്ടുകര ഷാപ്പിന് സമീപം അവശനിലയിൽ കണ്ടെത്തിയ യുവാവ് ചികിത്സയ്ക്കിടെ മരിച്ചു. ആളൂർ കല്ലേറ്റുകര സ്വദേശി കാച്ചപ്പള്ളി വീട്ടിൽ 43 വയസ്സുള്ള ജോബിയാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. ഷാപ്പിൽ നിന്നിറങ്ങിയതിനു ശേഷം ജോബി വീണ് കിടക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. മദ്യപിച്ച് അവശനായി കിടക്കുകയാണെന്ന് കരുതി ആരും ആദ്യം കാര്യമാക്കിയില്ല. പിന്നീട് ജോബിയുടെ വീട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചികിത്സയ്ക്കിടെ തിങ്കളാഴ്ച പുലർച്ചെ മരിച്ചു. സംസ്കാരം നടത്തി. അവിവാഹിതനാണ്. സംഭവത്തിൽ ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജോബിയുമായി ഷാപ്പിൽ തർക്കമുണ്ടായിരുന്നതായി ആക്ഷേപമുണ്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായും പറയുന്നു. വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. KPMS കൊടകര ഏരിയ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 162ാമത് മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടേറിയറ്റ് അംഗം PC വേലായുധൻ, സെക്രട്ടറി KU രദീപ്, PV ഉമേഷ്, CV ബാബു, PP ശശിധരൻ, NV ശിവദാസൻ, TK ഷാജു, KV ജനാർദ്ദനൻ, TK വേലായുധൻ, AK സാജു എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഏകലവ്യ കലാകായിക സമിതിയും കൊടകര ഒയാസിസ് ക്ലബ്ബും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. പുതുമുഖ ചലച്ചിത്ര താരം ഗോകുൽ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒയാസിസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് അധ്യക്ഷത വഹിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TG അജോ, ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് ഷജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ കൈതോല നാടൻ പാട്ടുകൂട്ടത്തിന്റെ നാടൻ പാട്ടും ഉണ്ടായിരുന്നു. വോയിസ് ഓഫ് ഡിസേബിൾഡിന്റെ ഓണാഘോഷം ശനിയാഴ്ച സംഘടിപ്പിക്കും. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ഓണാഘോഷം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്യും. വോയിസ് ഓഫ് ഡിസേബിൾഡ് ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ജിതിൻ രാജ് മുഖ്യാതിഥിയാകും. പുതുക്കാട് KCBC മദ്യവിരുദ്ധ സമിതി സംഘടിപ്പിക്കുന്ന മദ്യവിമുക്ത കുടുംബ സംഗമം ബുധനാഴ്ച സംഘടിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 2 മുതൽ 5 വരെ പുതുക്കാട് പള്ളി സിയോൺ ഹാളിൽ നടക്കുന്ന ചടങ്ങ് ഇരിഞ്ഞാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിക്കും. കല്ലൂർ വെസ്റ്റ് ഹോളി റോസറി പള്ളിയിൽ സൗജന്യ അലോപ്പതി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും 22-ന് ഞായറാഴ്ച നടക്കും.
രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ ബുക്ക് ചെയ്യുന്നതിനെ ബന്ധപ്പെടേണ്ട നമ്പർ 9847446535. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ലെക്ചർമാരെ നിയമിക്കുന്നു. തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ 1 വർഷത്തേക്ക് ലെക്ചറർമാരെ നിയമിക്കുന്നു. സെപ്റ്റംബർ 20 രാവിലെ 11 മണിക്ക് മുളകുത്തുകാവ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടത്തും. താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട രേഖകളുമായി പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുണ്ട് 0487 22082005. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ട്രേഡ്സ്മാൻ തസ്തികയിൽ നിയമനം നടത്തുന്നു. MCA വിഭാഗത്തിലാണ് നിയമനം നടത്തുന്നത്. ട്രേഡ്സ്മാൻ തസ്തികയിലാണ് നിയമനം നടത്തുന്നത്. ദിവസവേതന അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 24 പരീക്ഷയും ഇന്റർവ്യൂവും നടക്കുന്നതായിരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വെബ്സൈറ്റ് കാണാവുന്നതാണ്. www.gectcr.ac.in എന്ന വെബ്സൈറ്റ് കാണുക. അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക 0487 2334144. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6865 രൂപയും പവന് 54,920 രൂപയും രേഖപ്പെടുത്തി. ഒല്ലൂർ പിയാർപ്പടി ആരുകുളങ്ങര ക്ഷേത്രത്തിന് സമീപം കണ്ടേങ്കാവിൽ അപ്പു നായർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ കൊച്ചുമോളാണ് ഭാര്യ. ഒല്ലൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും ദേശാഭിമാനി ലേഖകനുമായ സുരേഷ് എടക്കുന്നി, പരേതനായ ഗോപി എന്നിവർ മക്കളും ശാന്ത, ഷീജാബി എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ ഞെള്ളൂർ ചാത്തപ്പായി പരേതനായ ചന്ദ്രന്റെയും ശാന്തയുടെയും മകൻ കണ്ണൻ അന്തരിച്ചു. 40 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആമ്പല്ലൂർ വടക്കുമുറി വെളിയത്തുപറമ്പിൽ സുകുമാരൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നെടുമ്പാൾ പുറത്തൂർ യോഹന്നാൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. റോസിയാണ് ഭാര്യ. ജോഷി, ബിജു, ഷൈനി, ബൈജു എന്നിവർ മക്കളും ജിൻസി, ഐവി എന്നിവർ മരുമക്കളുമാണ്. പോങ്കോത്ര മാഞ്ചാക്കൽ കരുണാകരൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വസുമതിയാണ് ഭാര്യ. അരുൺ, അനുജ എന്നിവർ മക്കളും കൃഷ്ണപ്രിയ, ആദിഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പ്രതികൂല കാലാവസ്ഥയോടും സാഹചര്യങ്ങളോടും പടപൊരുതി കൃഷി ചെയ്ത കർഷകർക്ക് ഓണക്കാലത്ത് തിരിച്ചടിയായി ഏക്കറുകളോളം നെൽപ്പാടം കരിഞ്ഞുണങ്ങുന്നു. പൂക്കോട് വട്ടണാത്ര പച്ചടിപ്പുറം പാടശേഖരത്തിലാണ് കർഷകർക്ക് ഈ ദുർഗതി നേരിടേണ്ടി വന്നിരിക്കുന്നത്. പുത്തൻകാട് ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വായനശാലയുടെ നേതൃത്വത്തിൽ കുമ്മാട്ടി ആഘോഷം സംഘടിപ്പിച്ചു. പുത്തൻകാട് നിന്നും വെട്ടുകാട് സെന്ററിലേക്ക് നടത്തിയ കുമ്മാട്ടി ആഘോഷത്തിൽ ശിങ്കാരിമേളം, ദേശക്കുമ്മാട്ടി, പുലിക്കളി, കുതിരപ്പുറത്ത് മഹാബലി, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അകമ്പടിയായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ പുലിക്കളി നടക്കുന്ന ബുധനാഴ്ച രാവിലെ മുതൽ തൃശൂർ നഗരത്തിൽ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. സ്വരാജ് റൌണ്ടിലും ഓണാഘോഷങ്ങൾ നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലും നായ്ക്കനാൽ പ്രദേശത്തും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. കൊടകര ഏകലവ്യ കലാകായിക സമിതിയും ഒയാസിസ് ക്ലബ്ബും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.